ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സുധിയുടെ അക്കൗണ്ടിലേക്കാണല്ലോ നമ്മുടെ നീലിമ പണം അയച്ചിരിക്കുന്നത്. അത് സുധി അറിയാതെ പറഞ്ഞു പോവാണ് കേട്ടോ. ശ്രുതിയുടെ അച്ഛൻ എന്റെ അക്കൗണ്ടിലേക്കാണ് പണം അയച്ചതെന്നുള്ള കാര്യം അപ്പോഴേക്ക് സച്ചി ചോദിക്കുന്നുണ്ട്. എല്ലാവരുടെയും അച്ഛന്മാരും അമ്മമാരും പണം അയക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരവരെ മക്കളുടെ അക്കൗണ്ടിലേക്കാണല്ലോ അയക്കുക. അതെന്താ സുധി നിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചത് എന്നുള്ള കാര്യം അപ്പോഴേക്ക് സുധി അതുപോലെ ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. സച്ചിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. ആ സത്യങ്ങളെല്ലാം സച്ചി പുറത്ത് കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ വരുന്ന എപ്പിസോഡിൽ കാണാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സച്ചിയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ കിട്ടാതെ നമ്മുടെ ശ്രുതി ആകെ കുഴഞ്ഞിങ്ങനെ നിൽക്കുവാണേ. അപ്പോഴേക്ക് ശ്രുതി ഇടയിൽ കയറിയിട്ട് ആന്റി അച്ഛൻ ഇളയച്ചിന്റെ അടുത്ത് പറഞ്ഞിട്ട് സുധിയുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് അയക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അത് മറ്റൊന്നിനല്ല, സുധിക്ക് ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എനിക്ക് അയച്ചതിന് ശേഷം അത് ഞാൻ സുധിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതൊക്കെ വെറും വേസ്റ്റ് അല്ലേ? എങ്ങനെയായാലും സുധിയുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണല്ലോ പണം വരേണ്ടത്. സുധിയല്ലേ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നീട് ഇൻകം ടാക്സിന്റെ പ്രശ്നമൊന്നും വരാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് സുധിയുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ ആന്റി? ഇതിനാണ് ഇത്രയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്പോഴേ ശ്രുതി പറഞ്ഞില്ലേ, നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നതാണ്. അവന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ലല്ലോ. അതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് സമാധാനം കിട്ടില്ല അല്ലേ അമ്മയെന്ന് രേവതി ചോദിക്കുന്നുണ്ടേ. അതെ അമ്മേ, ശരി തന്നെയാണ്. എന്റെ വീട്ടിൽ നിന്നൊന്നും തരാൻ വേണ്ടി പറ്റില്ല. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആ പണം കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ എന്തായാലും സച്ചേട്ടനില്ല. അവര് സ്വന്തമായിട്ട് അധ്വാനിച്ചു സമ്പാദിച്ചോളും. ഇത് കേൾക്കുമ്പോൾ ശരിക്കും നല്ല തിരിച്ചടിയാണല്ലോ. സച്ചിക്ക് ഭയങ്കര സന്തോഷമാവാനായിട്ട് സച്ചി രണ്ട് കൈ നീട്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം ജീവിക്കാനെന്നാണോ നീ പറയുന്നത് എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോ, അച്ഛ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അമ്മ പറഞ്ഞതിന് മറുപടി പറഞ്ഞു, അത്രയേ ഉള്ളൂ. അച്ഛ എനിക്ക് ഭാര്യ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുതരേണ്ട കാര്യമില്ല. എന്റെ കാറെന്ന് പറയുന്നുണ്ടല്ലോ, അത് എന്റെ ഭാര്യ സമ്പാദിച്ച് എന്റെ ഭാര്യ സമ്പാദിച്ച് വാങ്ങി തന്നതാണ്. അതാരോടും മറക്കണ്ടെന്ന് പറഞ്ഞേക്കച്ച. ഇത് കേൾക്കുമ്പോ നമ്മുടെ ശ്രുതിക്കും സുധിക്കും ചന്ദ്രമതിക്കൊക്കെ മുഖത്ത് അടി കിട്ടിയ പോലെ ആവുന്നുണ്ട് കേട്ടോ. എന്നാ ശ്രീകാന്ത് വർഷയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ. അതിന് രവി പറയുന്നുണ്ട് കേട്ടോ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഓരോരോ പണിയില്ലേ, വേഗം കഴിച്ചു പോവാൻ നോക്കെന്ന് പറഞ്ഞിട്ട് ആ സംഭാഷണം അവിടത്തോടു കൂടി നിർത്തുവാണേ. പക്ഷെ നമ്മുടെ സച്ചി ഉണ്ടല്ലോ, ശ്രുതി ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഒരു കൂസലും ഇല്ലാതെ തിന്നോണ്ടിരിക്കുന്ന ശ്രുതിയാണ് കേട്ടോ നോക്കിയിട്ട് പീഡിപ്പിക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലെത്തിയിട്ട് ശ്രുതി കണ്ണാടി മുമ്പ് മുടിയൊക്കെ ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ശ്രുതി വന്നിട്ട് ഒരു നുള്ളു കൊടുക്കുന്നുണ്ട്. എന്താ ശ്രുതി ഇതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ? നീ എന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കണ്ടിട്ടില്ലേ? എന്നിട്ട് എന്നെ നോക്കിയിട്ട് എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? അറിവുള്ളത് പോലെയാണോ നീ സംസാരിച്ചത്? ഞാൻ എന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോ, നിന്റെ പേരിലാണ് പണം വന്നതെന്നുള്ള കാര്യം നീ എന്തിനാ എല്ലാവരുടെ മുമ്പിലും പറഞ്ഞത്? അത് ടങ് സ്ലിപ്പായിട്ട് ചിന്തിക്കാതെ പറഞ്ഞു പോയതാണ്. ഇപ്പൊ അത് പിടിച്ചിട്ടല്ലേ സച്ചി ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല ശ്രുതി. പണം വന്ന ആ സന്തോഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാന്ന് പറയുമ്പോ, അങ്ങനെയാണെങ്കിൽ പോയിട്ട് പണം എങ്ങനെയാ വന്നതെന്നും കൂടി പറഞ്ഞേക്ക്. മൊത്തം പണവും സച്ചി മേടിച്ചോളൂ. സോറി ശ്രുതി, ഞാൻ കുറച്ച് കെയർഫുൾ ആയിക്കോളാം. ഇനി എന്റെ അടുത്ത് ചോദിക്കാതെ പണത്തെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടി പോകരുത്. ശരി ശ്രുതി എന്നുള്ള കാര്യം പറയുമ്പോ, എന്തായാലും സച്ചിയുടെ അടുത്ത് കുറച്ച് കെയർഫുൾ ആയിട്ട് നിന്നോളൂ. അവൻ എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ശ്രുതി. അവൻ പതിവ് പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരുന്നതായിരിക്കും. അവന്റെ കാര്യം വിട്ടേക്കെന്ന് പറയുമ്പോ അവൻ അങ്ങനെ സാധാരണക്കാരനായിട്ട് വിചാരിക്കണ്ട. അവൻ എന്തോ ഒരു സംശയം തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്നെ കൊണ്ട് എങ്ങനെയെങ്കിലും സത്യം പറയിപ്പിക്കാൻ വേണ്ടിട്ട് അവൻ ശ്രമിക്കും. പക്ഷെ നീ പെട്ടെന്നൊന്നും പറയാൻ നിൽക്കണ്ട. അതെങ്ങനെ പറയും? ഞാൻ അത്രയും പൊട്ടനാണെന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ കുറച്ച് സ്മാർട്ട് തന്നെയാണ്. ഇപ്പൊ പണം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടല്ലേ അവൻ ചോദ്യം ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ചെലവാക്കിയിട്ട് അത് കാലിയാക്കി കളയണം. എന്താ പറഞ്ഞത്? പെട്ടെന്ന് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നാ പറഞ്ഞത്. കയ്യിൽ കാശില്ലെങ്കിൽ അവൻ ചോദ്യം ചെയ്യില്ലല്ലോ എന്ന് കരുതിയിട്ട് ധൃതി പിടിച്ചിട്ട് കാശ് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് തൊലയ്ക്കാൻ പാടില്ല. എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറയാം. അതുവരെ വെയിറ്റ് ചെയ്യേ. ആദ്യം സച്ചി ചോദ്യം ചെയ്യുന്നതിന്റെ ആ ഒരു ഇത് ഓഫ് ചെയ്യണം. അതിനെന്താ സ്വിച്ച് നമ്മുടെ കയ്യിലാണുള്ളതെന്ന് ശ്രുതി ചോദിക്കുമ്പോ, രേവതിയുടെ കയ്യിലുണ്ടല്ലോ, അവനെ വെച്ച് അവൾ ഓഫ് ചെയ്യാം. എന്നിട്ട് നേരെ ശ്രുതി രേവതിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. രേവതി, നിന്റെ ഹസ്ബൻഡ് എന്താ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അത് നിങ്ങൾ അവന്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്. അവൻ എന്തെങ്കിലും വിചാരിക്കട്ടെ. പക്ഷെ ഞങ്ങളുടെ കാര്യത്തില് എന്തിനാ അവൻ തലയിടുന്നത്? എന്റെ അച്ഛൻ പണം ചിലപ്പോ എന്റെ അക്കൗണ്ടിലേക്ക് അയക്കും, അല്ലെങ്കിൽ സുധിയുടെ അക്കൗണ്ടിലേക്ക് അയക്കും. അത് അവരുടെ ഇഷ്ടമാണ്. ഇതില് സച്ചിക്ക് എന്താ വന്നത്? അവൻ എന്തിനാ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നത്?
സച്ചേട്ടൻ അതിന് തെറ്റായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. സച്ചേട്ടന്റെ മനസ്സിലുള്ള സംശയമല്ലേ തീർത്തത്. അതറിഞ്ഞിട്ട് അവരെന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇതൊന്നും എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ രേവതി. ചുമ്മാ എന്തിനാണ് ഞങ്ങളെ എപ്പോഴും വന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുന്നത്? സച്ചേട്ടൻ സാധാരണ പോലെ എന്തോ സംസാരിച്ചതല്ലേ, അതിനെന്തിനാ ശ്രുതി ഇത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? എപ്പോഴും ഞങ്ങളെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആവശ്യമില്ലാതെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് ഞങ്ങൾ ചുമ്മാ ഇരിക്കണമെന്ന് ശ്രുതി ചോദിക്കുമ്പോ ഇപ്പൊ എന്താ കാശ് ഞങ്ങളെ കയ്യിലേക്ക് വന്നത്? സച്ചിക്ക് അസൂയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആര് സച്ചിയേട്ടനോന്ന് ചോദിക്കുകയാണേ. അതെ, ശ്രുതി നല്ല രീതിയിൽ വളരും എന്നുള്ള അസൂയയിലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ശ്രുതി, ഇപ്പൊ നീയാണ് ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്. മറ്റുള്ളവർ നന്നാവുന്നത് കണ്ടിട്ട് അസൂയപ്പെടുന്നതൊന്നും സച്ചിയേട്ടന് പറ്റുന്ന കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ വയറ്റിരിച്ചിലായിരിക്കും എന്ന് പറയണേ ശ്രുതി. അങ്ങനെയാണെങ്കിൽ പോയിട്ട് എന്തെങ്കിലും ടോണിക്ക് മേടിച്ചു കൊടുക്കാൻ പറയാനുണ്ടോ ശ്രുതി? ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അവരുടെ ചേട്ടന്റെ അടുത്ത് അവർ ചോദ്യം ചെയ്യുന്നു, അതിന് നിനക്കെന്താ വന്നത്? സച്ചി ഒരിക്കലും സ്നേഹത്തോടെയോ അല്ലെങ്കിൽ ഏട്ടനോടുള്ള മര്യാദയുടെ പേരത്തോ അല്ല ചോദിക്കുന്നത്. ശ്രുതിയെ മട്ടം തട്ടി സംസാരിക്കണം. ശ്രുതി ലൈഫിൽ ഡെവലപ്പ് ആവാൻ വേണ്ടി പാടില്ല. ഞങ്ങൾ നന്നായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. സച്ചേട്ടൻ കാരണം നന്നായവർ മാത്രമാണ് ഇവിടെ അധികം ഉള്ളത്. മറ്റുള്ളവരുടെ ജീവിതം കെടുത്തണമെന്ന് ഒരിക്കലും സച്ചേട്ടൻ വിചാരിച്ചിട്ടുമില്ല ഇതുവരെ. സച്ചേട്ടൻ ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും സച്ചേട്ടന് വേണ്ടിയിട്ടല്ല. അച്ഛന് കൊടുക്കാനുള്ള പണം ഇതുവരെ നിങ്ങളുടെ ഭർത്താവ് തന്നില്ല, അതുകൊണ്ട് ചോദിച്ചെന്ന് രേവതി പറയുമ്പോ എന്തോ സച്ചി മാത്രമാണ് അങ്കിളിന്റെ മകൻ എന്നുള്ള രീതി സംസാരിക്കുന്നു. എപ്പോ കാശ് കൊടുക്കണം എന്നുള്ള കാര്യം ഞങ്ങൾക്കും അറിയാം. ശ്രുതി ഉറപ്പായിട്ടും കൊടുക്കും. ആദ്യം സച്ചിയുടെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്നുള്ള കാര്യം നീ പറയണമെന്ന് ശ്രുതി പറയുമ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലൊന്നും സച്ചേട്ടൻ കേൾക്കില്ല. സച്ചേട്ടന് ശരി എന്നുള്ള കാര്യം തോന്നുന്നതൊക്കെ സച്ചേട്ടൻ ചെയ്യും. ഇപ്പോഴും സച്ചേട്ടൻ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല. നീ ഇത്രയും ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോ എനിക്ക് തന്നെ സംശയം തോന്നുന്നുണ്ട്, നിന്റെ അച്ഛൻ തന്നെയാണോ പണം അയച്ചതെന്നുള്ള കാര്യം. ഇത് നോക്ക് രേവതി, നിന്റെ സംശയം തീർക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. സച്ചി കാരണം ഈ വീട്ടിലില്ലാത്ത പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോ നിന്റെ ഹസ്ബൻഡ് കാരണം ഈ വീട്ടിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞു പോയതാണ്. രേവതിയും ഞാനും ഈ വീട്ടിൽ ജീവിക്കാൻ വേണ്ടി വന്നതാണ്. അവസാനം വരെ എല്ലാവരും ഈ വീട്ടിൽ ഒന്നായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ തലയിടാതിരിക്കണം. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഞാൻ എന്തെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? എന്റെ ഭർത്താവിന് ഞാൻ കാറ് മേടിച്ചു കൊടുത്ത സമയത്ത് എവിടുന്ന് എനിക്ക് പണം വന്നതെന്നുള്ള കാര്യം കുടഞ്ഞു ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ നീ. അപ്പൊ ശ്രുതിക്കൊന്നും പറയാനില്ല കേട്ടോ. നിങ്ങൾ ചോദിച്ച ശരി, ഇത് സച്ചേട്ടൻ ചോദിച്ച തെറ്റല്ലേ? ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാ ചോദിച്ച രേവതി എന്ന് ശ്രുതി പറയുമ്പോ അതേപോലെ തന്നെയാണ് സച്ചേട്ടനും ചോദിച്ചത്. തെറ്റാണ്. എന്തായാലും ഇനി ഞാനൊന്നും ചോദിക്കില്ല പോരെ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഇനി സച്ചിയുടെ അടുത്തും ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ചോദ്യം ചെയ്യലും വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞേക്ക്. ഇത് സച്ചേട്ടന്റെ അടുത്ത് നിനക്ക് നേരിട്ട് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞിട്ട് ഈ വീട്ടിൽ ഒരു പ്രശ്നം വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. നിന്റെ ഹസ്ബൻഡിന് മര്യാദയിൽ സംസാരിക്കാനും അറിയില്ല. ഇത് ഞാൻ പറയാൻ വേണ്ടി പോയിട്ട് നടുവീട്ടിൽ നിന്നിട്ട് അടി ഉണ്ടാക്കണോ എന്നുള്ള കാര്യം രേവതി തന്നെ ചിന്തിച്ചോളൂ. മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാനൊക്കെ പറഞ്ഞ് രേവതിയെ ഭീഷണിപ്പെടുത്തിയിട്ട് ശ്രുതി അവിടുന്ന് പോവുകയാണേ. രേവതി അവിടുന്ന് നേരെ ദേഷ്യം പിടിച്ചിട്ട് സച്ചിക്ക് അരികിലേക്ക് ചെല്ലണേ. ഇരുന്ന് അവിടെ എന്തോ പണിയെടുത്തോണ്ടിരിക്കുകയാണ് സച്ചി. പുറത്ത് പോയിട്ട് ഒരു ഒറ്റയൊന്ന് കൊടുക്കുന്നുണ്ട്. എന്താ രേവതി ഇത്? നിങ്ങൾക്ക് ചുമ്മാ വായ വെച്ചിട്ട് മിണ്ടാതിരിക്കാൻ അറിയില്ലേ? നീ എന്തിനാ എന്നെ അടിച്ചത്? എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. ഇപ്പൊ എന്തിനാ ശ്രുതിയുടെ കാര്യത്തിൽ തലയിടാൻ പോയത്? എന്തിനാ അവരുടെ അടുത്ത് പോയിട്ട് ഇത്രയും ചോദ്യം ചെയ്യുന്നത്? ചോദ്യം ചെയ്താൽ മാത്രമല്ലേ രേവതി അതിന്റെ മറുപടി കിട്ടുള്ളൂ. അവരുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് അധികാരം ഉള്ളത്? ഞാനതിന് രേവതി തെറ്റായിട്ട് എന്തെങ്കിലും അവരുടെ അടുത്ത് ചോദിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ തെറ്റോ ശരിയോ അവരുടെ കാര്യത്തിൽ തലയിടരുതെന്നുള്ള കാര്യം ഞാൻ പറയുന്നത്. അതെങ്ങനെയാ ശരിയാവുക? ശ്രുതിയുടെ അച്ഛൻ ആ ഓടിപ്പോയവന്റെ മേലിലല്ലേ പണം അയച്ചിരിക്കുന്നത്. ആ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി പറ്റില്ലേ? ആരുടെ പേരിൽ പണം വന്നു കഴിഞ്ഞാലും സച്ചേട്ടന് എന്താ വന്നത്? അത് അവരുടെ പണമാണ്. നിങ്ങളുടെ വാ വെച്ചിട്ട് നിങ്ങൾ ചുമ്മാ ഇരുന്നൂടെ? നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും. ശ്രുതിയും അതുപോലെ അമ്മയും കൂടി വന്നിട്ട് പിന്നെ അവസാനം എന്റെ തലയിട്ട് ഉരുട്ടും. എന്താ ആ പൗഡർ എടുത്ത് നിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചോ? അവർക്ക് എന്താ വന്നെന്നുള്ള കാര്യം ചോദിച്ചു ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്ന സച്ചിയെ പിടിച്ചു നിർത്തുവാണ് കേട്ടോ രേവതി. എങ്ങോട്ടാ പോകുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവളുടെ അടുത്ത് ചോദിക്കണ്ടേ? പിന്നെ എന്താ ഇതുവരെ ചോദിച്ചതൊന്നും പോരാഞ്ഞിട്ടാണോ നിങ്ങൾക്ക്? ആദ്യം നിങ്ങളുടെ വായിക്ക് വലിയ പ്ലാസ്റ്റർ എടുത്ത് ഒട്ടിക്കണം. പോസ്റ്റർ ഒട്ടിക്കുന്ന പശ ഞാൻ മേടിച്ചു തരാം, നീ വായിലൊട്ടിച്ചു തരുമെന്ന് ചോദിക്കണേ സച്ചി. അതൊന്നും മതിയാവില്ല, നിങ്ങൾക്ക് വായ തുന്നി പിടിപ്പിക്കേണ്ടി വരും. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ. എന്തിനാ ആവശ്യമില്ലാതെ അവരുടെ കാര്യങ്ങളിൽ പോയിട്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്? എന്ത് ചെയ്യാനാണ്? ഞാൻ അങ്ങനെ ആയിപ്പോയെന്ന് സച്ചി. എടാ സച്ചി, നിന്റെ കണ്ണിന് എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചോദ്യം ചെയ്യണം എന്നുള്ള കാര്യമാണ് അച്ഛമ്മ എന്നെ പഠിപ്പിച്ചത്. കുടുംബത്തിലെ ആരും അടിയുണ്ടാക്കെ എല്ലാവരും ഒത്തൊരുമയോട് കൂടി ജീവിക്കണം എന്നുള്ള കാര്യം കൂടി അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് രേവതി. എന്താ അത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ? ഞാനെന്താ അടിയുണ്ടാക്കി എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ സച്ചിനെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇടയിൽ അടി മാത്രമേ നടക്കുകയുള്ളൂ. വീടാകുന്ന സമയത്ത് അടിയൊക്കെ ഉണ്ടാകും. അടിയുണ്ടാവാത്ത വീട് ഏതാണെന്നറിയോ? കാലിയായിട്ടിരിക്കുന്ന വീടാണെന്ന് പറയും.
മനുഷ്യന്മാര് ജീവിക്കുന്നിടത്ത് അടി വരിക തന്നെ ചെയ്യും. അത് വലിയ കാര്യമല്ല. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് അടി ഉണ്ടാക്കുന്നത്, അതാണ് കാര്യം. എന്റെ കൺമുമ്പിൽ തെറ്റ് നടക്കുന്ന സമയത്ത് അത് കണ്ടില്ലെന്ന് നടിച്ചു പോവാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളെന്നും ഒരിക്കലും തിരുത്താൻ വേണ്ടി പറ്റില്ല എന്ന് ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്. പിന്നെ ഞാൻ വലിയ പരീക്ഷാ പേപ്പറല്ലേ, എഴുതി തിരുത്തിയതാക്കിയിട്ട് ജയിച്ചോ തോറ്റോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് നീ എഴുതുന്നുണ്ടോ, ഞാനിങ്ങനെ കുനിഞ്ഞു നിന്ന് തരട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് രേവതി ചിരിക്കുവാണ്. ഇപ്പൊ നിനക്ക് നല്ല ചിരി വരുന്നുണ്ടല്ലേ? അപ്പോഴേക്ക് വീണ്ടും ഭാവം മാറ്റിയിട്ട് ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല എന്ന് പറയണേ. ചിരിക്കാൻ വേണ്ടി തോന്നിക്കഴിഞ്ഞാൽ ചിരിക്കണം, അതൊന്നും അടക്കി വെക്കാൻ വേണ്ടി പാടില്ല. ജീവിതത്തിൽ ഒന്നും അടക്കാൻ വേണ്ടി പാടില്ല, അതൊന്നും ശരീരത്തിന് അത്ര നല്ലതല്ല. ശരി, ഞാൻ പോയിട്ട് വരാം, നീ ആ ടൂൾസ് ഒക്കെ എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി വെച്ചേക്കെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ സച്ചി പോയെന്ന് കരുതിയിട്ട് രേവതി ആ ടൂൾസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ പോവാണ്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. തിരിഞ്ഞു നോക്കുമ്പോഴാണ് സച്ചിയെ കാണുന്നത്. നിങ്ങൾ ഇതുവരെ പോയില്ലേ, നീ ഇപ്പോഴും ചിരിച്ചോണ്ടിരിക്കുകയാണല്ലേ, ഒന്ന് പോ സച്ചിയേട്ടാ എന്ന് പറയുമ്പോൾ ആ ശരി ഞാൻ പോവാണ്, നീ ചിരിച്ചോണ്ടിരുന്നോ. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മീരയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. ഒരു വിധത്തിൽ അവളെ പിടിച്ചു നിർത്തിയിട്ട് പലിശയോട് കൂടിയിട്ട് പണമെല്ലാം മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റിയെന്ന് പറയുമ്പോൾ അപ്പോൾ പണത്തിന്റെ തൽക്കാലത്തെ പ്രശ്നങ്ങൾ തീർന്നല്ലേ, അതെങ്ങനെ ശ്രുതി അവൾ കറക്റ്റായിട്ട് നിന്റെ പാർലറിൽ തന്നെ വന്ന് പിടിക്കപ്പെട്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതാടെ വിധി. എങ്കിലും അവൾ പണം തരില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓവറായിട്ട് സംസാരിച്ചിരുന്നു. അവൾ ഭയങ്കര കേടിയെന്ന് പറയുമ്പോൾ നിന്നേക്കാളോ ഒന്ന് ചോദിക്കുകയാണെ മീര. എന്താടി നീ പറഞ്ഞെന്ന് മീരയുടെ അടുത്ത് ശ്രുതി ചോദിക്കുമ്പോ അല്ലടി, നീയും ഒരുപാട് വേലയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പോഴും നീ കാശ് മേടിച്ച കാര്യം വീട്ടിൽ പറയാതെ മറച്ചു വെച്ചില്ലേ, അതറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വരില്ലേ? എടി, ഒരു സ്ഥലത്ത് അടിപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ശരീരത്തില് അതിന് ഉടനെ തന്നെ മരുന്ന് തേക്കണം എന്ന് കരുതിയിട്ട് ഫ്യൂച്ചറിൽ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രശ്നം വരുന്ന സമയത്ത് അതിന് എന്താണ് സൊല്യൂഷൻ അത് ഉടനെ തന്നെ ചെയ്യണം. ഇപ്പോ എന്റെ അച്ഛൻ പണം അയച്ചു എന്നുള്ള കാര്യം കേട്ടപ്പോ ആന്റി എന്നെ സ്വീകരിക്കുന്ന വിധം തന്നെ വ്യത്യാസമായി. ഇപ്പോ ദേഷ്യപ്പെടുന്നതുമില്ല, അതൊക്കെ കറക്റ്റ് തന്നെയാണടി. പക്ഷെ നീ എത്രന്ന് വെച്ചിട്ട് കള്ളം പറഞ്ഞിങ്ങാണ്ട് ഒപ്പിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദ്യം സുധി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് കുറച്ചായിട്ട് എന്റെ കൺട്രോളിലേക്ക് അവനെ കൊണ്ടുവന്ന് സത്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്കൊരു പ്രശ്നം വരാതെ അവൻ നോക്കിക്കൊള്ളും. അപ്പോഴേക്കും നമ്മുടെ നവീൻ അങ്ങോട്ട് വരുന്നുണ്ട്. കല്യാണിന്ന് വിളിച്ചോണ്ട് എന്ത് പ്രശ്നം തീർന്നാലും ഈ പ്രശ്നം തീരില്ലല്ലോടി എന്നുള്ള കാര്യം മീര അവനെ കണ്ട ഉടനെ തന്നെ പറയുന്നുണ്ട്. നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് കല്യാണി ഞാൻ പോയിക്കൊണ്ടിരുന്നെന്നുള്ള കാര്യം പറയുമ്പോ അതിപ്പോ കണ്ടില്ലേ, ഇനി പോയിക്കോന്ന് മീര പറയുമ്പോ എങ്ങോട്ടാ പോകുന്നത് നീക്ക് കല്യാണി, അന്ന് ഞാൻ പണം ചോദിച്ചിട്ട് വന്നു, നിന്റെ ഭർത്താവ് വന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് എന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അയച്ചു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്റെ കാര്യം എനിക്ക് അപ്പോഴേ പൊളിക്കാൻ പറ്റുമായിരുന്നു. എന്നാ ഞാൻ ജെന്റിൽമാൻ ആയിട്ട് നടന്നു, അപ്പോ നീയും അതുപോലെ തന്നെ നടക്കണല്ലോ. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ അത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കല്യാണി, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണെന്ന്. ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കുന്നതിൽ നിനക്ക് എന്താ ഇത്ര സന്തോഷം എന്നുള്ള കാര്യം മീര ചോദിക്കുകയാണേ. എന്തിനാ ഈ ബാഡ് വൈബ്രേഷനെ എവിടെ പോവാണെന്നുണ്ടെങ്കിലും കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കാൻ കേട്ടോ. മീരയെ കുറിച്ചാണ് പറയുന്നത്. ഇത് നോക്ക്, എന്റെ കയ്യിൽ ഇപ്പൊ പണം ഇല്ല, ഞാൻ പാർലറെല്ലാം കൊടുത്തിട്ട് അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. നിന്റെ പഴയ കാര്യങ്ങളൊന്നും എന്റെ അടുത്ത് നീ വിളമ്പാൻ നിൽക്കണ്ട, നിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം എനിക്കറിയാം. അത് നീ വീട്ടിൽ പറയാതെയല്ലേ നടക്കുന്നത്, അത് കൈമാറാതിരിക്കാൻ വേണ്ടിയിട്ട് നീ പണം തന്നല്ലേ പറ്റൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി എന്റെ കയ്യിൽ ശരിക്കും പണം ഇല്ല, നീ വിചാരിച്ചു കഴിഞ്ഞാൽ പണം കിട്ടും. കല്യാണി, ഒരു കുടുംബത്തെ പറ്റിച്ച് നീ കല്യാണം കഴിച്ചിരിക്കുന്നു, അത് ചെയ്ത് നിനക്ക് 1 ലക്ഷം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ ബുദ്ധിമുട്ടാണോ? നിനക്ക് ഒരു ദിവസത്തെ ടൈം മാത്രമേ ഞാൻ തരുള്ളൂ, നാളെ പണം കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ നിന്റെ വീട്ടിലേക്ക് ഞാൻ വരും. നീ ആരാണ്, നിന്റെ നാട് എവിടെയാണ്, നിന്റെ അമ്മ, നിന്റെ മോൻ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. സോ ഇതിൽ കൂടുതൽ എന്നെ വെയിറ്റ് ചെയ്യിക്കുന്നത് നിനക്ക് നല്ലതല്ല. നാളത്തേക്ക് പണം കിട്ടിയേ പറ്റുള്ളൂ കല്യാണി. ബൈ മീര, ഞാനും പോവാണെന്നുള്ള കാര്യം പറയുമ്പോ നീ പോയി തൊലയാടാന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിക്കാൻ കേട്ടോ മീര. എടി, ഇവൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ കലി കിടക്കുന്നുണ്ട്, അവന്റെ തലക്കിട്ടൊന്ന് കൊടുത്താലോ. ഇവൻ എന്താടി നീ ഇനിയും ഒന്നും ചെയ്യാണ്ട് ചുമ്മാ വിടുന്നത്? അവന് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവസാനം എനിക്ക് തന്നെ പണിയാകും, ഞാൻ പിടിക്കപ്പെടും. എന്തായാലും അവൻ പറഞ്ഞ പണം കൊടുക്കണം എന്നുള്ള കാര്യം പറയുമ്പോ നിന്റെ കയ്യിൽ അത്രയും പണം ഉണ്ടോ? അത് സുധിയുടെ കയ്യിലുണ്ടല്ലോ, സുധി ചോദിച്ചാൽ തരുമോ എന്നുള്ള കാര്യം മീര ചോദിക്കുമ്പോ എന്തെങ്കിലും കള്ളം പറയണം. വീണ്ടും അവനെ പറ്റിക്കുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ആ നീലിമ പറ്റിച്ചു പോയതിന്റെ വിഷമം അവൻ ഇപ്പോഴും മാറിയിട്ടില്ല. എനിക്കാണെങ്കിൽ അവനെ പറ്റിക്കാനും തോന്നുന്നില്ല, ഇത് അവസാനത്തേതായിരിക്കണം. തുടർന്ന് ശ്രുതി വീട്ടിലെത്തിയതിന്റെ ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ ബെഡിലൊക്കെ കിടന്ന് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് ശ്രുതി വരുന്നത്. ഞാൻ ബിസിനസ്സിലെ ടോപ്പ് 10 ആയിട്ടുള്ള ആൾക്കാരെ എടുത്തു നോക്കിയതാണ്. അവര് എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ടോപ്പായിട്ടുള്ള എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കിയിട്ട് അതിലൊരു ബിസിനസ് സെലക്ട് ചെയ്തിട്ട് നമുക്കും അതുപോലെ ആവാലോ, അവരെ കണ്ട് തുടങ്ങാലോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ പാടില്ല.
നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. ഓ അങ്ങനെയാണല്ലേ. എന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ, ഏത് ഫ്രണ്ട് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ആ പാർക്കിലെ ഫ്രണ്ട്. ശ്രുതി ഇപ്പോഴും അവന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അവൻ നല്ല ഫ്രണ്ടാണ് ശ്രുതി. അവൻ എനിക്ക് നല്ലൊരു ഐഡിയ പറഞ്ഞു തന്നു, ഈ പണം പലിശയ്ക്ക് കൊടുത്താലോ എന്ന്. പലിശയ്ക്കോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അവരും ഇതുപോലെ തന്നെ പലിശയ്ക്ക് കൊടുത്തിട്ട് നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്. പലിശയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവോ എന്നുള്ള കാര്യം അറിയില്ല ശ്രുതി. അതെന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ പലിശയ്ക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ നമുക്ക് കറക്റ്റ് ആയിട്ട് പലിശ തിരിച്ചു തരും? ആരും അത്ര ശരിയായുള്ള രീതിയിലൊന്നും ആയിരിക്കില്ല പോവാ. എന്തിനു പറയണം, അയാളുടെ നിന്ന് പണം മേടിച്ചിട്ട് ശ്രുതിയും മുങ്ങി നടന്നില്ലായിരുന്നു. ഞാനെന്താ വേണമെന്ന് വെച്ചിട്ടാണോ ചെയ്തത്? എന്റെ കയ്യിൽ കൊടുക്കാൻ പണം ഇല്ലാത്തതുകൊണ്ടല്ലേ. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് തിരികെ തരാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ മനസ്സിലായി. പണം കയ്യിൽ വെക്കുന്നതിനേക്കാൾ നല്ല പലിശയ്ക്ക് കൊടുത്തിട്ട് കുറച്ച് സമ്പാദിക്കുന്നതല്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതിയുടെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുകയാണ് കേട്ടോ. ആ പ്രവീണിന് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നല്ല ട്രാക്ക്. ശ്രുതി ആലോചിക്കുന്നത് കാണുമ്പോൾ എന്താ ശ്രുതി നീ ആലോചിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ശ്രുതി പറഞ്ഞ ഐഡിയ ശരി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപ എനിക്കിതാ. 1 ലക്ഷം രൂപയോ? എന്തിനാ ശ്രുതിക്ക്? കാണുമ്പോഴേക്കും അല്ല നീ ചോദിച്ചിട്ട് തരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ശ്രുതി എനിക്ക് 1 ലക്ഷം രൂപ കടമായിട്ട് താ എന്നാ ഞാനും പറഞ്ഞത് പലിശയ്ക്ക്. എനിക്കും കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, ബാങ്കിൽ EMI ഒക്കെ കെട്ടണം. അതെല്ലാം തീർത്ത് കഴിഞ്ഞാൽ ഞാനും കുറച്ച് റിലാക്സ് ആവുമല്ലോ. അത് കഴിഞ്ഞ് എന്താ ബിസിനസ് ആരംഭിക്കണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഫോക്കസ് ആയിട്ട് ചിന്തിക്കാം. നീയല്ലേ ഇപ്പൊ പലിശയ്ക്ക് കൊടുക്കണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്, എന്നിട്ട് നീ തന്നെ പൈസ പലിശയ്ക്ക് ചോദിക്കുകയാണോ? എന്റെ അടുത്ത് മാത്രം നന്നായിട്ട് ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് അവിടുന്ന് പോകുമ്പോഴേക്കും ശ്രുതി പോലെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണേ. നീ ഇതിന് ടെൻഷൻ ആവുന്നത്? ടെൻഷൻ ആയതല്ല, പലിശയ്ക്ക് കൊടുക്കുന്നത് നമ്മളൊരു മെയിൻ ആയിട്ട് കൊടുക്കരുത്, കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കണം. ആദ്യം നീ എനിക്ക് താ, ഞാൻ തന്നെ ഈ പണി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓ അങ്ങനെയാണോ നീ പറയുന്നത്? അത് ശരി തന്നെയാണ്. നീ തന്നെയാണല്ലോ എന്റെ ലക്കി ചാം. ഇങ്ങനെ പണം ചോദിച്ചു വരുന്നവരെ നീ ഇങ്ങനെ കെട്ടിപ്പിടിക്കും എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ. ശ്രുതി കെട്ടിപ്പിടിക്കുമ്പോ നീ എന്റെ വൈഫല്ലേ, എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ചൂടെ? സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. നീ എനിക്കിപ്പോ 1 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ 2% അതിന്റെ പലിശയായിട്ട് ഞാൻ തരാം. പോയിട്ട് ഫോൺ എടുത്തോണ്ട് വന്നിട്ട് കാശ് നമ്മുടെ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് അയക്കുകയാണേ. കാശ് കയറി ഒന്ന് പോയി നോക്ക്. ശ്രുതി ചെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോ 2000 വന്നിട്ടുണ്ട്. ഇപ്പൊ ശ്രുതി എനിക്ക് 1 ലാക്ക് അയക്കേ. ശ്രുതി ആണെങ്കിൽ 1 ലാക്ക് അയച്ചു കൊടുക്കുന്നുണ്ടേ. അങ്ങനെ ശ്രുതിയുടെ അക്കൗണ്ടിൽ 1 ലാക്ക് കയറി കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഒറ്റ നിമിഷം കൊണ്ട് ശ്രുതി 2000 രൂപ സമ്പാദിച്ചില്ലേ? ആ ശരിയല്ലേ, നിന്റെ അടുത്ത് നിന്നിട്ട് 2000 രൂപ സമ്പാദിച്ചു. ഈ ബിസിനസ് നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് ചോദിക്കുന്നവർക്കൊക്കെ പലിശയ്ക്ക് കൊടുക്കരുത്. ആദ്യം ശ്രുതിയുടെ പാർക്ക് ഫ്രണ്ട് ഉണ്ടല്ലോ, അവനെ ഒരിക്കലും വിശ്വസിക്കരുത്. എന്റെ അടുത്ത് ചോദിക്കാതെ ആർക്കും ഒരു പൈസ പോലും കൊടുക്കരുത്. ശരി ശ്രുതി എന്ന് പറയാണേ. 2000 സമ്പാദിച്ചു, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു മൈ ഫസ്റ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശ്രുതി തന്നെ ശ്രുതിയെ ആദ്യം പറ്റിച്ചല്ലോ. ഇനി ആ പണം വെച്ചിട്ട് എന്തൊക്കെയാ ചെയ്യാൻ വേണ്ടി പോകുന്നുള്ള കാര്യം നമുക്ക് വഴിയെ വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. താങ്ക് യു.